ഗൈസ്, എല്ലാവർക്കും വിന്റേജ് ഫുഡ് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോണ ഒരു വെറൈറ്റി, അതായത് ഇപ്പോൾ ഒരു ഈവനിങ് ടൈമിലാണ് നമ്മളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ശരി, ഈവനിങ് ടൈമിലൊരു ഈവനിങ് ആയിട്ടുള്ള സ്നാക്സ് പോലെയല്ല നമ്മൾ അന്നേ റെഡി ആക്കേണ്ടത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, എന്താണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഒരു ഐഡിയ ഇല്ല. എന്നാൽ നമ്മൾ ഉണ്ടാക്കാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ് ബേജോ എന്നാണ്. അതായത് നമ്മുടെ നാട്ടിലല്ല, നോർത്ത് ഇന്ത്യൻ സൈഡിലുള്ള ഒരു സ്ട്രീറ്റ് ഫുഡാണ് നമ്മളിന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്യാൻ പോണത്. അത് ഞാനൊരിക്കൽ കഴിച്ചായിരുന്നു. കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ടേസ്റ്റ്. അത് ഒരു നമുക്ക് ഒറ്റയിരിപ്പിന് വേണമെങ്കിൽ ഒരു 5-6 അടുപ്പിച്ചിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം, അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ശരി പറഞ്ഞാൽ അതന്നെ നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ചു. കഴിഞ്ഞ വട്ടം നമ്മൾ അതേപോലത്തെ ഒരു വീഡിയോ നമ്മൾ ട്രൈ ചെയ്ത്. അപ്പോൾ ഇപ്രാവശ്യം അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ 2-3 കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഇതങ്ങോട്ട് പ്ലാൻ ചെയ്തു. അപ്പോൾ സംഭവം നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാ മുട്ട പുഴുങ്ങിയെടുത്ത് കട്ട് ചെയ്ത് അതിനുള്ളിൽ കുറച്ച് മസാലയൊക്കെ ഇട്ട് സ്റ്റഫ് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ് എഗ് ബേജോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യം നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എല്ലാവരും വരും. അപ്പോൾ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു 10-15 മുട്ട എടുത്താണ്ട് ചട്ടിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തൊന്ന് നേരെ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല അങ്ങനെ മേലെ കൂടെ അങ്ങോട്ട് നന്നായിട്ട് വെള്ളം വെച്ചിട്ട് നേരെ അടുപ്പത്ത് കയറ്റിയാണ്ട് പുഴുക്കിയെടുക്കുക. അപ്പോൾ അത് പുഴുങ്ങി വരുന്ന സമയത്തിനുള്ളിൽ നമ്മൾ എന്താ അടുത്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയുള്ളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും നല്ല നരിന്നതിന് ചെറുതാക്കി പൊടി നീളത്തിലങ്ങോട്ട് അരിഞ്ഞങ്ങോട്ട് എടുത്ത ശേഷം കുറച്ച് പുളിവെള്ളം ഒന്ന് റെഡിയാക്കണം, പിന്നെ കുറച്ച് ഉപ്പ് വെള്ളവും. അപ്പോൾ അതിനിടയിൽ കൂടെ വേറെ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊടി അരിഞ്ഞ് നീളത്തിലരിഞ്ഞ് നമ്മുടെ വെളുത്തുള്ളിയും സവാളയും ഉണ്ടല്ലോ, നന്നായിട്ട് എണ്ണയിലിട്ടാണ്ട് പൊരിച്ചങ്ങോട്ട് എടുക്കുക. അപ്പോൾ അതും കൂടെ 3 കുട്ടിയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വന്നിട്ട് ബാക്കി നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമ്മുടെ മുട്ട അപ്പുറത്ത് പുഴുങ്ങാൻ കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് ആരൊക്കെ പുഴുങ്ങിയെടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചേച്ചിയും കൊമ്പനുമാണ് നമ്മുടെ അപ്പുച്ചക്കൻ. അപ്പോൾ നമുക്ക് അതൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ഇവിടെ നല്ല നമ്മുടെ ഉള്ളിയുണ്ട്, വെളുത്തുള്ളി ഇതൊക്കെ അവിടെ തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നീളത്തിലാണ്ട് അരിഞ്ഞെടുക്കുക. പിന്നെ അത് മാത്രമല്ല, പിന്നെ നമ്മുടെ ഒരു നാരങ്ങ കൂടെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അപ്പുറത്ത് ഉപ്പ് വെള്ളവും പുളിവെള്ളവും 2 റെഡിയാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കുക. എന്നിട്ട് പണിയുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്ന് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. കട്ട് ചെയ്തിട്ട് കുറെ കാലമായില്ലേ, നല്ല സുഖമല്ല, അതേപോലെ കട്ട് ചെയ്യാൻ കിട്ടുന്നില്ല. അങ്ങനെ 2 ഉള്ളി വിജയകരമായിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട്. പോരാ, നമുക്ക് കുറച്ചും കൂടെ വേണം. നമ്മൾ വലിയുള്ളി സവാള അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിനടുത്ത് വെളുത്തുള്ളി അരിയാം. നമുക്ക് സവാള അരിഞ്ഞ പോലെ അത്ര എളുപ്പമുള്ള പരിപാടിയില്ല. അല്ലെങ്കിൽ നോക്കിയും കണ്ടൊക്കെ അങ്ങോട്ട് നേരെ അങ്ങോട്ട് നീളത്തെ അങ്ങോട്ട് മുറിച്ചാണ്ട് ഇട്ടുക. നിർക്കണം. അപ്പോൾ നമ്മൾ വലിയുള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് നല്ല കുനുകുനെന്ന് അരിഞ്ഞ് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ വരുന്ന എണ്ണയിലിട്ടാണ്ട് പൊരിച്ചാണ്ട് എടുത്തിട്ട് അങ്ങോട്ട് ബാക്കി കാര്യം കൊണ്ട് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അവിടെ വറുക്കാൻ പോയ നേരത്തെ നമുക്ക് മുട്ട പുഴുങ്ങി നമ്മുടെ കയ്യിൽ കിട്ടി. ശരി, എന്നാൽ അത് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് ഇവനെ ഒന്ന് പൊട്ടിച്ച് അവിടെ റെഡിയാക്കി വെക്കാൻ വിചാരിച്ചു. നമുക്ക് അതാദ്യം അങ്ങോട്ട് നോക്കാം. അപ്പോഴേക്കും ഇവനൊക്കെ ഒന്ന് തൊലിച്ച് കഴിയുമ്പോഴേക്കും അതും നന്നായിട്ട് വറുത്താണ്ട് കയ്യിൽ കിട്ടും. ഒന്നും നോക്കാനില്ല. അങ്ങനെ അങ്ങോട്ട് ഓപ്പണാക്കി അങ്ങോട്ട് ഇട്ടുക. ഇപ്പോൾ നമ്മുടെ എഗ് ബേജൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ നമ്മളിവിടെ റെഡിയാക്കി കൈയും കൊണ്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് മുന്നിൽ. അപ്പോൾ ഇതാദ്യം നമ്മളെടുത്തിരിക്കുന്ന മുട്ടയാണ്. അപ്പോൾ നമ്മളിത് അവിടെ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ വറ്റൽ മുളക് വറുത്ത് പൊടിച്ചതുണ്ട്. പിന്നെ നമ്മുടെ വെളുത്തുള്ളി നമ്മൾ ചെറുതാക്കി നീളത്തിൽ അരിഞ്ഞത് വറുത്തത്, സവാള വറുത്തത്, പിന്നെ പുതിന ഇല കുറച്ച്, നാരങ്ങ, പിന്നെ പുളിവെള്ളം, ഉപ്പ് വെള്ളം. ഇപ്പോൾ നമ്മൾ ഇത്രയൊക്കെയാണ് നമ്മൾ എഗ് ബേജൊക്കെ വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നെല്ലാം കൂടെ അങ്ങനെ എടുത്ത് ആദ്യം നമ്മളെന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെളുത്തുള്ളിയും അതുപോലെ നമ്മുടെ സവാളയും ചില്ലി ഫ്ലേക്സും കൂടെ 3 കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം മുട്ട നമ്മൾ എടുക്കാൻ അങ്ങോട്ട് കീറണു, പൊളിക്കണം, ഡയറ്റാണ്ട് ഉള്ളിക്കാണ്ട് സ്റ്റെപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ അതാണ് ചെയ്യാൻ പോകണം ആദ്യം. ഇപ്പോൾ നമ്മൾ മേലെ അങ്ങോട്ട് ചില്ലി ഫ്ലേക്സ് ആയിട്ട് നന്നായിട്ട് അങ്ങോട്ട് വെതറി കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് വെളുത്തുള്ളിയും നമ്മുടെ സവാളയും കൂടെ നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. വറുത്ത് പൊടിച്ച പോലെ അങ്ങോട്ട് ആക്കി എടുക്കണേ. അപ്പോൾ വെറുതെ ക്യാമറയിൽ പോസും കൊടുത്തിരിക്കുന്നത്.
അരപ്പല്ലേ അപ്പച്ചക്ക സൈഡ് വഴിക്കാൻ്റെ വായിലും പോയി സൂക്ഷിക്കണം അപ്പൂനെ. നന്നായിട്ട് അങ്ങോട്ട് പൊടിക്കറ. അപ്പോൾ എന്തൊരു ഉഷാറില്ലാണ്ട് എന്ത് പറ്റി? എന്തായപ്പോൾ കൈ വേനിക്കണ കുഴച്ച് വെച്ചിട്ട് കാല് വേനിക്കണ എന്ത് ചെയ്തിട്ടാ? ഷേ കാണിച്ചേക്ക്. കൈ അരിയണ്ടട്ടോ, കൈ കഴിക്കോ. ഓക്കെ റെഡി. നന്നായിട്ട് ഇവിടെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇപ്പം എന്താ സ്റ്റഫ് ചെയ്യല്ലേ? ഉറപ്പായിട്ടും. അപ്പോൾ നമ്മളിത് അവിടെ നന്നായിട്ടെല്ലാം മറ്റേ വെളുത്തുള്ളിയൊക്കെ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മുട്ടനെ അങ്ങോട്ട് നടുക്കൻ അങ്ങോട്ട് കീറാം. അല്ലാണ്ട് ഫുള്ളായിട്ടും അല്ല, എന്നാലും അങ്ങോട്ട് കുറച്ചും അല്ലാത്ത രീതിയിലാണ്ട് കയറിയിട്ട് അത്യാവശ്യം ഉള്ളിക്ക് നന്നായിട്ട് അങ്ങോട്ട് കുത്തിയാണ്ട് ഇറക്കാനല്ല. നന്നായിട്ട് ഉള്ളിക്ക് അങ്ങോട്ട് ഇറക്കിയതിന് ശേഷം കത്തി വെച്ചിട്ട് അങ്ങോട്ട് അറ്റം പെരക്കി അങ്ങോട്ട് പോട്ടാം. എന്നിട്ട് ലേശം നമ്മളങ്ങോട്ട് ഇരിക്കാണ്ട് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. മേലെ കൂടെ ഒരു പുളിക്ക് ഫുള്ളായിട്ട് പുളിവെള്ളം ഒഴിച്ച് ലേശം ഉപ്പുവെള്ളം അങ്ങോട്ട് മേലെ അങ്ങോട്ട് തെളിച്ച് കൊടുത്ത് ഒരു പൊട്ട് നാരങ്ങ കൊണ്ട് ഇങ്ങനെ ഒരു പിഴിയൽ. എന്നിട്ട് നമ്മുടെ ഇല നമ്മുടെ സാധനം എന്താണ് എഗ് ബേജോ. അതേപോലെ അങ്ങോട്ട് ഒരു അത്യാവശ്യം ഒരു 3/4 ഭാഗം കൊണ്ട് മുറിച്ചെടുത്ത് ഉള്ളിക്ക് നന്നായിട്ട് അങ്ങോട്ട് സ്റ്റഫ് ചെയ്ത് കയറ്റുക. എന്നിട്ട് നേരെ പുളിവെള്ളത്തിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് പുളിവെള്ളം അങ്ങോട്ട് മേലെ അങ്ങോട്ട് തെളിച്ച് കൊടുത്ത് ഉപ്പ് വെള്ളം തെളിക്കും മളയ്ക്കും. അപ്പൂച്ചക്കൻ്റെ വായിൽ കൂടെ വെള്ളം വന്നു. അത് ഞാൻ ഇവിടെ ഇരുന്ന് സൗണ്ട് കേട്ടു. അത് ഉപ്പുവെള്ളം തന്നെ. നാരങ്ങ അടിച്ചു. നമ്മുടെ ഇല അങ്ങോട്ട് ഡെക്കറേഷൻ അങ്ങോട്ട് അടിച്ചാണ്ട് താഴെ വെച്ച് കഴിഞ്ഞാൽ അപ്പൂച്ചക്കൻ ഇപ്പം ചാടി വീഴും എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ സമ്മതിക്കില്ല. എന്തെങ്കിലുമൊക്കെ ആക്ഷൻ നമുക്ക് പറയാം കേട്ടോ. സൗണ്ട് എന്തെങ്കിലും സൗണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരൊന്നും വിചാരിക്കും അങ്ങനെ തന്നെ. അത് നിനക്കറിയില്ല. ആക്സിന് മെയിൻ ഉണ്ടായിട്ടുണ്ട് തലക്കറിയും നോക്കിയിരിക്കും. പുളിവെള്ളം കൊണ്ട് എടുത്തോണ്ട് ഊത്തി പച്ചവെള്ളം കൊണ്ട് ഊത്തി ഏത് അതൊന്നും തരില്ല. എനിക്കത് മതി. നിനക്ക് തന്നെ അപ്പോൾ എല്ലാം വേണമെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ ചങ്ങനെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ എഗ് ബേജ് അവിടെ നല്ല അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡാണിത്. അപ്പോൾ നമ്മൾ കഴിച്ചു നോക്കാം. ഇത് ഞാൻ മുമ്പ് ഒരിക്കൽ ഞാൻ തമിഴ്നാട്ടിൽ പോയപ്പോൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്യും. ഞാനത് മെയിനായിട്ട് ട്രൈ ചെയ്യാനുള്ള കാരണം ഇപ്പം തന്നെയാണ്. എൻ്റെ അടുത്ത് നന്നായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തല്ലോ തട്ടവട സ്ട്രീറ്റ് ഫുഡായിട്ട്. അപ്പോൾ അവൻ പറഞ്ഞു
ഞാനൊന്നും ഇങ്ങനത്തെ ഒന്നും കഴിച്ചിട്ടില്ല. അന്ന് അതുമാത്രം നിങ്ങൾ വാങ്ങി തന്നപ്പോൾ കഴിച്ചു, വേറെ ഒന്നും എനിക്ക് വാങ്ങി തന്നില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും നോക്കില്ല. അപ്പോൾ നമുക്ക് ഞാൻ അവൻ്റെ അടുത്ത് അന്ന് തന്നെ പറഞ്ഞു, അടുത്ത വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതുപോലെ ഒരു വെറൈറ്റി നോർത്ത് ഇന്ത്യൻ തന്നെ നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ ചെയ്യുകയും ചെയ്തു. പുഞ്ചിരി കണ്ടില്ലേ? കഴിക്കും. എന്തല്ലേ പോലെ അതിൻ്റെ എരിവുണ്ട്. ഞാൻ കഴിച്ചു നോക്കട്ടെ. എരിവ് അത്രയ്ക്കൊന്നുമില്ല, മീഡിയം പാകത്തിനുള്ള എരിവ് തന്നെ ഉള്ളൂ. പിന്നെ അതുപോലെ നമ്മുടെ വറുത്ത ഉള്ളിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റും കൂടെ ചേർന്ന് അപ്പോൾ അടിപൊളി. ഞാൻ അന്ന് കഴിച്ചത് എങ്ങനെയാണോ അതേപോലെ. പിന്നെ അതേപോലെ നമ്മുടെ നാരങ്ങ നീര് കൂടെ മേലെ കൊണ്ട് സ്പ്ലാഷ് ചെയ്ത പുളിവെള്ളം കൂടെ ആയപ്പോൾ ആ ചെറിയ ലൈറ്റ് പുളിയും കൂടെ ആയപ്പോൾ വെള്ളം വരുന്നുണ്ട്. അങ്ങനെയുള്ളൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതെല്ലാവരും നിങ്ങൾ വീട്ടിൽ നന്നായി ട്രൈ ചെയ്യുക. കാരണം ഒരു 4 മണി ടൈമിലൊക്കെ കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുന്നത് അടിപൊളി ഡിഷ് തന്നെയാണിത്. ഒരിക്കൽ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ പറയുന്നുണ്ട്, നിങ്ങളത് പിന്നെയും വീണ്ടും അത് ഉണ്ടാക്കും. കാരണം അത് അങ്ങനത്തെ ഒരു വെറൈറ്റി സാധനം ഇത്. ഞങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ മറക്കാണ്ട് ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനലിൽ കയറാൻ പോയി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ അച്ഛന്മാരെ എല്ലാവർക്കും വീണ്ടും കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.